ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും കൃപാവരവും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആഗമനകാലം പൂർത്തിയായി. ഇതാ കർത്താവ് ജനിക്കുന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ കൂടെയായിരുന്നു നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടി, നമ്മളെ കൃപാവരത്താൽ നിറയ്ക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്നു. ചരിത്രത്തിൻ്റെ കേന്ദ്രമായി, ലോകത്തിൻ്റെ കേന്ദ്രമായി അവിടുന്ന് കടന്നു വന്നു. നമ്മുടെ ഹൃദയേശ്വരനാകാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമാകാൻ, നമ്മുടെ ഇടവകയുടെ കേന്ദ്രമാകാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് നമ്മളോടൊത്തു വസിക്കുന്നു. തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നു. തൻ്റെ വചനത്താൽ നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അവതരിച്ച ദൈവം നമ്മളെ ദൈവങ്ങളാക്കാൻ, ഒരു വിധത്തിൽ ദൈവീകരാക്കാൻ ദൈവപുത്രൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ആരാണ് എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന 10 വാക്കുകൾ, 10 സംജ്ഞകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. ഒന്നാമത്തേത് പ്രകാശം, രണ്ടാമത്തേത് വചനം, മൂന്നാമത്തേത് അപ്പം, നാലാമത്തേത് സ്നേഹം, അഞ്ചാമത്തേത് സന്തോഷം, ആറാമത്തേത് സമാധാനം, ഏഴാമത്തേത് ദാനം, എട്ടാമത്തേത് യേശു, ഒൻപതാമത്തേത് ഇമ്മാനുവേൽ, പത്താമത്തേത് ക്രിസ്തു. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ആരാണെന്നും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യുന്നുവെന്നും ഈ 10 വാക്കുകൾ വെളിവാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തേത് പ്രകാശം എന്നുള്ളതാണ്. കിഴക്ക് നക്ഷത്രം കണ്ടാണ് ജ്ഞാനികൾ കർത്താവിനെ തേടി ഇറങ്ങിയത്. ഈശോ പറയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്നിരിക്കുന്നു. യോഹന്നാൻ 8:12 അല്ലെ 9:5. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെയെല്ലാം, ലോകത്തിലെ അന്ധകാരത്തെയെല്ലാം അകറ്റി പ്രകാശമാനമാക്കാൻ കർത്താവ് കടന്നു വന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പാതിരാ കുർബാന എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തു നിന്നും സൂര്യൻ്റെ പ്രകാശം അസ്തമിച്ചു. അപ്പോൾ സന്ധ്യ തുടങ്ങി അതിരാവിലെ വരെയുള്ള സംഭവം, ആ സമയത്താണ് നമ്മുടെ ഈ പാതിരാ കുർബാന ആഘോഷിക്കേണ്ടത്. അതിൻ്റെ കാരണം ഇതാ, അന്ധകാരത്തിൽ പ്രകാശമായി ഇതാ കർത്താവ് കടന്നു വരിക. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരത്തെയും ദൂരീകരിക്കട്ടെ. പാപം, കോപം, ആസക്തികൾ, ഭയം, ദുഃഖം, അങ്ങനെയെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് അകറ്റി നമ്മളെ പ്രകാശത്തിൻ്റെ മക്കളാക്കി മാറ്റട്ടെ. ലോകത്തിൻ്റെ പ്രകാശമാകാൻ അവിടുന്ന് നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. ഈശോദിനെ നമ്മളെ നോക്കി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഉറങ്ങുന്നവരെ ഉണരുക, ഇതാ കർത്താവ് നിന്മേൽ പ്രകാശിക്കുന്നു എന്ന് നമ്മൾ എഫേസ്യർക്കുള്ള ലേഖനത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതേപോലെ റോമാക്കാർക്കുള്ള ലേഖനത്തിലും 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റി നമ്മളെ പ്രകാശിപ്പിച്ച് പ്രകാശത്തിൻ്റെ മക്കളാക്കാൻ, പ്രകാശം വഹിക്കുന്നവരാകാൻ, പ്രകാശം പരത്തുന്നവരായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ക്ഷണിക്കുന്ന അനുഭവമാണ് ക്രിസ്മസ്. രണ്ടാമത്തേത് വചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമായി പ്രിയപ്പെട്ടവരെ ദൈവം ഇറങ്ങി വന്നു. യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയല്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുന്ന് ഇറങ്ങി വന്നു. നമ്മളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആക്കി തീർക്കുവാൻ വേണ്ടി മാതാവ് ദൈവത്തിൻ്റെ വചനം കേട്ട് അതിന് പ്രത്യുത്തരമേകിയപ്പോഴാണല്ലോ
വചനം മാംസം ധരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വചനം മാംസം ധരിക്കട്ടെ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് ജീവൻ്റെ മാർഗം, രക്ഷയുടെ മാർഗം നമുക്ക് പറഞ്ഞു തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റിക്കൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് അതനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് മാതാവിനെ പോലെ, യൗസേപ്പ് പിതാവിനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ വചനമായി അവതരിച്ച ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വരിക. മൂന്നാമത്തേത് അപ്പം എന്നുള്ളതാണ്. ഈശോ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നിത്യജീവനേകുവാൻ വന്ന ജീവൻ്റെ അപ്പമാണ് ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുക. കർത്താവ് ജനിച്ചത് ബെത്ലഹേമിലാണ്. അപ്പത്തിൻ്റെ ഭവനം എന്നാണ് ബെത്ലഹേം എന്ന് പറഞ്ഞ അർത്ഥം. അപ്പത്തിൻ്റെ ഭവനത്തിൽ, അപ്പത്തൊട്ടിയിൽ അപ്പമായി പിറന്നവനാണ് പ്രിയപ്പെട്ടവരെ ഈശോനാഥൻ. ഈശോ എന്താ പറയുന്നത്? ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകണം, അത് സമർത്ഥമായി ഉണ്ടാകണം, അതിനു വേണ്ടിയാണ്. 4-ാമത്തെ വാക്ക് സ്നേഹം എന്നുള്ളതാണ്. നമ്മൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. ഒരുവൻ പോലും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രയേറെ നമ്മെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ അവതാരമാണ് ഈശോനാഥൻ. സ്നേഹം തന്നെയായി ദൈവം മനുഷ്യനായി വെളിപ്പെട്ടതാണ് ഈശോ. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ ബന്ധങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് സ്നേഹം നിറഞ്ഞവരാക്കി മാറ്റുക. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ വലിയ ആഘോഷമാണ് പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ സന്തോഷം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും വരും. വരുമ്പോഴോ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും തീരാത്ത യഥാർത്ഥമായ സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഈശോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് പറയുക, ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനു വേണ്ടിയാണെന്ന്. ഈശോ ജനിച്ചപ്പോഴും മാലാഖമാർ പ്രിയപ്പെട്ടവരെ ലോകത്തെ അറിയിച്ച സദ്വാർത്ത എന്താ? ഇതാ സർവ്വജനത്തിനും സന്തോഷമേകുന്ന സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ എന്ന് ജനിച്ചിരിക്കുന്നു. സന്തോഷം. കർത്താവിനെ പ്രിയപ്പെട്ടവരെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ, എലിസബത്തിൻ്റെ ഉള്ളിലെ സ്നേഹയോഹന്നാൻ പോലും സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയുക. കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയും സന്തോഷിച്ചുല്ലസിക്കുക. മനുഷ്യരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇടവകയിലേക്കും കടന്നു വന്ന കർത്താവെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥമായ സന്തോഷം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ കർത്താവ് കടന്നു വന്നതാണ്. ഇങ്ങനെ സന്തോഷത്തിൻ്റെ ജന്മദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ പറയാണ്, ഞാൻ നിങ്ങൾക്ക് ദാനം നൽകുന്നു, സമാധാനം. ഷാലോം. ഇസ്രായേൽക്കാർ പരസ്പരം ആശംസിക്കുന്നത് ആ വാക്ക് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളെല്ലാം നിറവ്. ഓരോ ദിവ്യകുർബാനയിലും നമ്മൾ ഈശോയെ ഉൾക്കൊള്ളും മുമ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് സമാധാനം നൽകപ്പെടുന്നുണ്ട്. സമാധാനത്താൽ നിറഞ്ഞ് സമാധാനമേകുന്നവരായി ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് സമാധാന രാജാവായ ഈശോയുടെ ജന്മദിനം കൊണ്ടാടുന്നവർ എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയപ്പെടുക, അനുഭേദ്യമാവുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അടുത്ത വാക്ക് ദാനം എന്നുള്ളതാണ്. ദൈവം മനുഷ്യനേക്ക് ഏറ്റവും വലിയ ദാനമാണ്. തൻ്റെ ഏകജനെ നൽകാൻ തക്ക വിധം, ദാനമായി നൽകാൻ തക്ക വിധം
ദൈവം അത്രയേറെ നമ്മളെ സ്നേഹിച്ചു. ലോകത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനമാണ് ഈശോനാഥൻ. കർത്താവിനെ കണ്ടുമുട്ടുവാൻ കടന്നു വന്ന 3 രാജാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അവരെന്താ ചെയ്തതെന്നറിയാവോ? അവർ ഈശോയെ ആരാധിച്ചു. എന്നിട്ടോ പൊന്നും മീറയും കുന്തിരിക്കവും കർത്താവിന് സമ്മാനങ്ങളായി അർപ്പിച്ചു. നമ്മുടെ ക്രിസ്മസിന്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ആ ഈശോയാൽ നിറഞ്ഞ നമ്മളെ തന്നെ ദൈവത്തിന് ദാനമായി പരസ്പരം ഏകണം. ഓരോ ഭർത്താവിനും ഭാര്യ ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ഭാര്യയ്ക്കും ഭർത്താവ് ദൈവത്തിൻ്റെ ദാനമാണ്. മക്കളും മാതാപിതാക്കന്മാർക്ക് ദൈവത്തിൻ്റെ ദാനമാണ്. മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് ദൈവത്തിൻ്റെ ദാനമാണ്. സഹോദരങ്ങൾക്ക്, കൂട്ടുകാർക്ക് ദൈവത്തിൻ്റെ ദാനമാണ്. ആ രീതിയിൽ പരസ്പരം ദൈവമായി കാണാൻ തക്ക വിധം യഥാർത്ഥ ദാനമായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ ഈശോയെ തന്നെ, പ്രിയപ്പെട്ടവരെ, നൽകപ്പെട്ട അവസരമാണ്, അതിൻ്റെ ആഘോഷമാണ് നമുക്ക് ക്രിസ്മസ്. ഇനിയും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ 3 നാമങ്ങൾ അതുകൂടെ നമ്മൾ പ്രത്യേകം നോക്കുക. അതിൽ ഒന്നാമത്തേത് യേശു എന്നുള്ളതാണ്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ, പാപത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്. യോസേപ്പ് പിതാവിനോട് മാലാഖ പറയുക, നീ അവൻ്റെ യേശു എന്ന പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിൽ നിന്നെല്ലാം നിങ്ങളെ മോചിപ്പിക്കും. രക്ഷകനെ തേടി അലയുന്നവരാണ് ലോകത്തിലെ പ്രിയപ്പെട്ടവരെ. അവിടെ ദൈവം തന്നെ നമ്മളെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നതിൻ്റെ ആഘോഷമാണ് നമുക്ക് ക്രിസ്മസ്. രക്ഷകൻ. അടുത്തത്, പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേൽ. അത് പ്രവാചകനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകനിലൂടെ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ആ പ്രവാചക വചനം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ, നമ്മുടെ ഇടയിൽ വസിക്കുവാൻ, നമ്മിൽ വസിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇറങ്ങി വരുന്ന വലിയ അനുഭവം, അതാണ് നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് 10-ാമത്തെ വാക്ക് ക്രിസ്തു എന്നുള്ളതാണ്. മാതാവ് ഈശോയെ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും എന്നുള്ള വാഗ്ദാനം ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുക, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായ മാതാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ലോകത്തിലേക്ക് സമ്മാനിച്ചു. ക്രിസ്തു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവർ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറഞ്ഞവർ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷം നമുക്ക് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വലിയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ റോമർ 5:5 നമ്മൾ വായിക്കും പോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുക. അതേപോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനം നമ്മിൽ നിറയുക. പരിശുദ്ധാത്മാവിലൂടെ ദൈവശക്തിയാൽ നമ്മൾ നിറയുക. പരിശുദ്ധാത്മാവിനാൽ, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവശക്തിയാൽ നിറയുന്നു, ദൈവ സന്തോഷത്താൽ നിറയുന്നു, ദൈവ സമാധാനത്താൽ നിറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രിയപ്പെട്ട, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ഈശോയെപ്പോലെ പ്രവർത്തിക്കുവാൻ, ഈശോയെപ്പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന അവസരമായി ക്രിസ്മസിനെ നമ്മൾ കാണുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സന്തോഷം, സമാധാനം, എല്ലാം, സ്നേഹം, ദയ, ക്ഷമ, എല്ലാം അതിനാൽ നിറഞ്ഞ് ദൈവ മക്കളായി ജീവിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കപ്പെടുക. ലോകത്തിലെ ഏറ്റവും വലിയ ജന്മദിന ആഘോഷമാണ് ക്രിസ്മസ്. ദൈവം തന്നെ മനുഷ്യനായി ജനിച്ച ആ അനുഭവമാണ്, പ്രിയപ്പെട്ടവരെ,
നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോഴേക്കും അതിലൂടെ നമ്മൾ പുൽക്കൂട്ടിൽ കർത്താവിനെ ഒതുക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഭവനവും എൻ്റെ ജീവിതവും ഞാൻ തന്നെ, എൻ്റെ ശരീരം പോലും ഒരു പുൽക്കൂടാണ് എൻ്റെ കർത്താവിന് ജനിക്കുവാൻ ഇടമായി നിലകൊള്ളുന്നത്. അന്ന് ആ സത്രക്കാർക്ക് ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചില്ല. കർത്താവിന് വേണ്ടി അവർക്ക് ഇടമില്ലാതായിപ്പോയി. എന്നാൽ ഇടം കണ്ടെത്തിയത് പുൽക്കൂട്ടിലാണ്. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കർത്താവിന് വേണ്ടി ഇടം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ നക്ഷത്രം ഓരോ ഭവനത്തിലും അല്ലേ, നക്ഷത്രം എന്താ നമ്മളോട് പറയുന്നതെന്നറിയാവോ? ഇവിടെ നക്ഷത്രം എവിടെ നിൽക്കുന്നോ അവിടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. ഈശോ ജനിച്ചെടുത്ത് ആ നക്ഷത്രം വന്നു നിന്നു. നക്ഷത്രവിളക്ക് നമ്മുടെ ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവരെ തെളിയിക്കുന്നതിലൂടെ ഈ ഭവനത്തിൽ കർത്താവുണ്ട് എന്ന് നമ്മൾ വിളംബരം ചെയ്യുക. കർത്താവ് കടന്നു വരട്ടെ, കടന്നു വന്ന് നമ്മളോട് ഒത്തുവസിക്കട്ടെ, നമ്മിൽ വസിക്കട്ടെ, നമ്മിലൂടെ വസിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഐശ്വര്യവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയട്ടെ. അങ്ങനെ ദൈവകൃപകളാൽ നിറഞ്ഞ ദൈവമക്കളായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ആട്ടിടയന്മാരെ പോലെ, പൂജ്യ രാജാക്കന്മാരെ പോലെ, യൗസപിതാവിനെയും മാതാവിനെയും പോലെ ഈശോയെ പകർന്നു കൊടുത്തുകൊണ്ട്, ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് ഈശോയുടെ യഥാർത്ഥ പ്രേക്ഷിതരായി നമുക്ക് ജീവിക്കാം. കർത്താവ് ഈ ലോകത്തിലുണ്ട്. രക്ഷകനായ ഈശോ, സ്നേഹത്തിൻ്റെ അവതാരമായ ഈശോ ഈ ലോകത്തിലുണ്ട് എന്നതിൻ്റെ തെളിവായി മാറട്ടെ നാം ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം നമ്മിൽ നിറയട്ടെ. ദൈവവചനം, ദൈവവാഗ്ദാനങ്ങൾ നമ്മൾ നിറവേറട്ടെ. ദൈവശക്തിയാലും കൃപയാലും നിറഞ്ഞ് ദൈവീകരമായി ജീവിക്കുവാൻ നമുക്കൊക്കെ അനുഗ്രഹം ലഭിക്കട്ടെ. ദൈവം സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.